എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ പഠനമാണ് തുടരുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ കാര്യങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയായിരുന്നു. ഇനി 2-3 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ പഠനം നമ്മൾ വരുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അബ്രാഹാമിനോട് ദൈവം പറഞ്ഞ വചനങ്ങളിലുള്ള ആശയം. ഇവിടെ ദൈവം അബ്രാഹാമിനോട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്. ദൈവം അബ്രാഹാമിനെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു. ഏതെല്ലാം വിധത്തിലാണ് അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത്, ഈ കാര്യങ്ങൾ ദൈവം വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവർ അനുഗ്രഹപൂർണരായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഈ ലോകത്തിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റ് ശാരീരികമായിട്ടുള്ള കഷ്ടതകളും ഒക്കെ വിശ്വാസികളായ നമുക്കും ഉണ്ടാകാം. അത് കർത്താവിനുണ്ടായിരുന്നു, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. കർത്താവ് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹങ്ങളെല്ലാം കേവലം ഭൗതികമായ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഭൂമിയിലെ നന്മകളുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ആത്മീകമായ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അബ്രാഹാമിനോട് ദൈവം പറയുന്ന ഈ 2 വാക്യങ്ങളിൽ 5 അനുഗ്രഹങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 2 വാക്യങ്ങളിൽ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചാൽ ഐ വിൽ എന്ന് 4 തവണ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഐ വിൽ, ഐ വിൽ, ഐ വിൽ, ഐ വിൽ. ദൈവം ചില കാര്യങ്ങൾ അബ്രാഹാമിന് വേണ്ടി അല്ലെ അബ്രാഹാമിനോടുള്ള ബന്ധത്തിൽ ചെയ്യും എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായി ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അബ്രാഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ഈ നന്മകൾ, 5 നന്മകൾ അവിടെ നമുക്ക് കാണാം. ഒന്നാമത്, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും എന്ന് ദൈവം പറയുകയാണ്. രണ്ടാമത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് മൂന്നാമതായി ദൈവം പറയുന്നു. 4ാമത് പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 5ാമത് ദൈവം പറയുകയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ 5 അനുഗ്രഹത്തിൻ്റെ മൊഴികൾ ദൈവം അബ്രാഹാമിനോട് അരുളി ചെയ്യുകയാണ്. ഈ അനുഗ്രഹങ്ങൾ ദൈവം അബ്രാഹാമിന് നൽകുന്നത് ഏതെങ്കിലും വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ടിട്ടാണോ എന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം വ്യവസ്ഥകൾക്ക് വിധേയമാണ്. കാരണം ദൈവം അബ്രാഹാമിനോട് നിൻ്റെ സ്വന്തം ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. ആ കൽപ്പന അബ്രാഹാം അനുസരിക്കുമ്പോൾ മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഈ കൽപ്പന അനുസരിക്കുന്നു എങ്കിൽ ദൈവം ഈ അനുഗ്രഹങ്ങൾ നൽകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ എപ്പോഴും വ്യവസ്ഥകളോട് കൂടിയതാണ് എന്ന് പറയുന്ന വ്യാഖ്യാതാക്കളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ വേദഭാഗത്തെ ഒന്ന് പരിശോധിച്ചാൽ ദൈവം അബ്രാഹാമിനോട് ഇവിടെ ഒരു വ്യവസ്ഥ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവം വിടേണ്ട കാര്യങ്ങളെ വിടാൻ പറയുന്നുണ്ട്, പോകാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ എന്നൊരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഈഫ് ക്ലോസ് ദൈവം തൻ്റെ വാക്കുകളോട് കൂട്ടിച്ചേർത്തതായിട്ട് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അബ്രാഹാമേ, നീ ഇതൊക്കെ വിട്ടേച്ച് പോന്നാൽ, കാണിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് നീ പുറപ്പെട്ടാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അങ്ങനെയല്ല ദൈവം പറയുന്നത്. വിടുക, പുറപ്പെടുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യർ ദൈവത്തിൻ്റെ വിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കും എന്നത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട മനുഷ്യർ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കുക തന്നെ ചെയ്യും.
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ കൃപയാലുള്ള വിളി, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും വ്യർത്ഥമായി പോവുകയില്ല. അത് ഫലവത്തായി തീരുക തന്നെ ചെയ്യും. ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവത്തോട് നോ പറയുന്നവനല്ല. അവൻ ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവനാണ്. അബ്രാഹാമിനെ സംബന്ധിച്ച് ദൈവം അബ്രാഹാമിനെ വിളിക്കുമ്പോൾ ദൈവത്തിനറിയാം ആ വിളിയോട് അബ്രാഹാം ക്രിയാത്മകമായി പ്രതികരിക്കുമെന്നും ആ വിളി കേട്ട് അബ്രാഹാം ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യുമെന്നും ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അബ്രാഹാമിനെയാണ് ദൈവം അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അബ്രാഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വിളിയോട് മറുത്തു നിൽക്കുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അബ്രാഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു. സ്വാഭാവികമായിട്ടും അബ്രാഹാം ആ വിളിയോട് പ്രതികരിച്ചു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ അബ്രാഹാമിൽ ഫലവത്തായി തീർന്നു. അങ്ങനെ അബ്രാഹാം അനുഗ്രഹങ്ങളുടെ അവകാശിയായിട്ട് മാറുകയാണ്. ഇവിടെയൊന്നും അനുസരണത്തിൻ്റെ റിവാർഡായിട്ടല്ല ദൈവം ഈ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അബ്രാഹാമിനെ ദൈവം വിളിച്ചു, ആ വിളി ഫലവത്തായി തീർന്നു. അങ്ങനെ ഫലകരമായി വിളിച്ച അബ്രാഹാമിനെ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ തിരഞ്ഞെടുത്ത അബ്രാഹാമിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന, വ്യവസ്ഥകളില്ലാതെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവത്തിൻ്റെ വാക്കുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് അബ്രാഹമിക ഉടമ്പടി അൺകണ്ടീഷണലാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ 5 വ്യവസ്ഥകൾ ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായി ദൈവം അബ്രാഹാമിന് കൊടുക്കുന്ന അനുഗ്രഹം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നതാണ്. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ എന്നതാണ്. ഒരു രാജ്യമാക്കും, ഒരു ജാതിയാക്കും എന്ന വാഗ്ദത്തമാണ്. ദൈവം ഇത് അബ്രാഹാമിനോട് പറയുമ്പോൾ നമുക്കറിയാം അബ്രാഹാമിന് മക്കളില്ല, സാറായി മച്ചിയായിരുന്നു. ഏതാണ്ട് 70 വയസ്സ് ഉണ്ട് ഈ മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അബ്രാഹാം ഹാരാനിലെത്തുമ്പോൾ. പിന്നീട് അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് 75 വയസ്സാണ് അബ്രാഹാമിനുള്ളത്. പിന്നീട് ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാഹാമിന് 75 വയസ്സാണ്. അപ്പോൾ ദൈവം ഇത് അരുളി ചെയ്ത സമയത്ത് ഇത് ദൈവം രണ്ടാമത്തെ പ്രാവശ്യം കൺഫേം ചെയ്യുന്ന ഒരു വാക്കുകളാണെങ്കിൽ ഏതാണ്ട് 75 വയസ്സോളം ഉള്ള ഒരു മനുഷ്യനാണ്, പ്രായമായൊരു മനുഷ്യനാണ് അബ്രാം. സാറയാണെങ്കിൽ മച്ചിയുമാണ്. അപ്പം മാനുഷികമായിട്ട് ചിന്തിച്ചാൽ മക്കളുണ്ടാകാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത വൃദ്ധ ദമ്പതികളോടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അവിടെ ദൈവത്തിൻ്റെ പരിപാടികൾ മനുഷ്യരുടെ ബലഹീനതകൾ കൊണ്ട് നടക്കാതെ പോവില്ല എന്നതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാം. മാത്രമല്ല സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒരു സാഹചര്യമായിട്ടും നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ ഏത് വിധത്തിലും മുമ്പോട്ട് കൊണ്ടുപോകും. അതിനുവേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന, അതിനുവേണ്ടി വീര്യം പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ് സത്യ ദൈവം. ആ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞ ഈ വാക്കുകളും മാനുഷികമായി അസാധ്യമെന്ന് തോന്നിയാലും അത് സാധ്യമാകാതെ പോകാനായിട്ട് സാധിക്കുകയില്ല. പിന്നീട് ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ കാണുമ്പോൾ അബ്രാഹാം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഒരു വലിയ ജനത ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാം. വാസ്തവത്തിൽ ഒരു വലിയ ജനതയല്ല, അനേക ജനതകൾ, അനേക ജനവിഭാഗങ്ങൾ അബ്രാഹാം എന്ന മനുഷ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അബ്രാഹാമിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യഹൂദന്മാരെക്കുറിച്ചാണ്. അബ്രാഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളായ 12 മക്കളിൽ നിന്ന് ഉത്ഭവിച്ച 12 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത, ഇന്ന് നമ്മൾ യഹൂദ ജനത എന്നൊക്കെ പറയുന്ന ആ ഒരു കൂട്ടം ആളുകൾ, അവർ അബ്രാഹാമിൻ്റെ സന്തതിയാണ്. അബ്രാഹാമിൽ നിന്ന് ഉത്ഭവിച്ച, അബ്രാഹാമിൻ്റെ ഭാര്യയായ സാറായി അത്ഭുതകരമായിട്ട് ദൈവശക്തിയാൽ ഗർഭം ധരിച്ച് പ്രസവിച്ച ഇസ്ഹാക്കിലൂടെ തുടർന്നു പോകുന്ന പരമ്പര. അങ്ങനെ യഹൂദ രാജ്യം അബ്രാഹാമിൻ്റെ സന്തതിയാണ് എന്ന് നമുക്കറിയാം. അബ്രാഹാമിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ജനത പ്രധാനമായിട്ടും അവരാണ്. അവർ മാത്രമല്ല, അറബികൾ ഉത്ഭവിച്ചത് അബ്രാഹാമിന് ഈ ഹാഗാർ എന്ന് പറയുന്ന ദാസി സ്ത്രീയിലുണ്ടായ ഇസ്മായിലിൽ നിന്ന് പുറപ്പെട്ട ജനവിഭാഗങ്ങൾ, അവരെ നമുക്ക് ആ രീതി മനസ്സിലാക്കാം. അവർ മാത്രമല്ല, പിന്നീട് ഇസ്ഹാക്കിൻ്റെ മക്കളിൽ നിന്ന് വരുമ്പോൾ ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച ഏദോമിയരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് അറബി രാജ്യങ്ങളായി മാറിയത്, അറബി രാജ്യത്തിലെ പ്രഭുക്കന്മാരായിട്ട് മാറിയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ യഹൂദന്മാർ അബ്രാഹാമിൽ നിന്ന് പുറപ്പെട്ടു, അറബികൾ യഹൂദന്മാരിൽ നിന്ന് പുറപ്പെട്ടു. പിന്നീട് സാറായുടെ മരണശേഷം കെത്തൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ
അബ്രാഹാം പരിഗ്രഹിക്കുന്നത് കാണാം. അവളിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മക്കളില്ലാതിരുന്ന അബ്രാം എന്ന് പറയുന്ന മനുഷ്യനെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അബ്രാഹാം എന്ന് പറഞ്ഞു, അത് ഈ പരിചയം കൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. അബ്രാം എന്നാണ് ഈ സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര്. ആ അബ്രാം എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം അബ്രഹാം ആക്കി മാറ്റുകയാണ്. അബ്രാം എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ്. അബ്രഹാം എന്ന് പറയുമ്പോൾ ഹാം എന്നാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ജനങ്ങളുടെ പിതാവ്, ജനതകളുടെ പിതാവ്, വംശങ്ങളുടെ പിതാവ് എന്ന നിലയിലേക്ക് ദൈവം അബ്രാഹാമിനെ രൂപാന്തരപ്പെടുത്തുന്ന, അബ്രാഹാമിനെ വർദ്ധിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച ചരിത്രം സാക്ഷ്യം വഹിച്ചൊരു കാര്യമാണ്. അതിൻ്റെയൊക്കെ ആരംഭം ഈ വാക്കുകളാണ്. ഞാൻ നിന്നെ ഒരു ജനതയാക്കും, ഒരു ജനമാക്കി തീർക്കും എന്ന് പറയുന്നത്, ഒരു വലിയ ജനമാക്കി തീർക്കും എന്ന് പറയാം. ദൈവത്തിൻ്റെ വാക്കുകളൊന്നും പാഴ്വാക്കുകളല്ല. ഞാനതാണ് പറഞ്ഞത്, ഈ ഒരു വേദഭാഗം ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ചരിത്രത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നൊരു ഭാഗമാണ്. ഈ ദൈവത്തിൻ്റെ വാക്കുകളുടെ ചുരുളഴിയിലാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു കാര്യം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, നിന്നെ ഒരു വലിയ ജനതയാക്കി തീർക്കും. അപ്പോൾ യഹൂദന്മാരും അറബികളും അതുപോലെ തന്നെ കെത്തൂറയിൽ നിന്ന് ഉത്ഭവിച്ച ജനവിഭാഗങ്ങൾ, ഇനി ഒറ്റവാക്കി പറഞ്ഞാൽ സെമിറ്റിക് ജനവിഭാഗങ്ങൾ എന്ന് പറയുന്ന ആ വിഭാഗങ്ങളൊക്കെ ഈ അബ്രാഹമിക പരമ്പരയിൽ നിന്നാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അങ്ങനെ അബ്രാഹാമിനെ ഒരു വലിയ ജനതയാക്കി ദൈവം തീർത്തു. ദൈവത്തിൻ്റെ വാക്ക് അവിടെ നിവൃത്തിയാകുന്നത് ചരിത്രത്തിൽ കാണാം. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ഈ ക്ലാസ്സും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.